ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. എല്ലാവർക്കും എജുബിൾസിൻ്റെ സൈക്കോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടിട്ട് UPSC LPSC ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നമ്മൾ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ PYQs ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ നേരത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, PYQs റീസെൻ്റ് ആയിട്ട് 2024 നവംബറിലെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നു. മാത്രമല്ല 2024 ഏപ്രിലിൽ അല്ലേ. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും അനാലിസിസ് ചെയ്ത് പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന, കാരണം ഓരോ എക്സാമിലും ഒരു സ്ഥിരമായ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് വരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഏതായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒന്ന് നോക്കി ഏതാണ് ഓപ്ഷൻ ഒന്ന് നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് നോക്കാം. തീർച്ചയായും ആദ്യത്തെ ചോദ്യം നോക്കൂ, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അമൂർത്തമായ ആശയത്തിന് ഉദാഹരണം എന്ത്? അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കാറുണ്ട് മൂർത്തം അല്ലേ, അബ്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ കോൺക്രീറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഏതാണ്? ഒരു ബോള്, അതുപോലെ ചെടികൾ, പെന്ന്, അതുപോലെ സ്നേഹം. ഏതാണ് ഇതിൽ കാണാനും തൊടാനും പറ്റാത്തത്? നമുക്കറിയാം അതേതാണ്, ലവ് അല്ലേ. ഇതാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളുണ്ട്, ചിന്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരം കുറേ ക്വസ്റ്റ്യൻസ് കാണാം. നെക്സ്റ്റ് നോക്കൂ, കുട്ടികളിൽ ആശയ രൂപീകരണം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം എന്താണ്? അപ്പോൾ ഇതും അതുപോലെയുള്ളൊരു ചോദ്യമാണ്. ആശയ രൂപീകരണം, അതായത് വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഇൻ ദ ഫോർമേഷൻ ഓഫ് കൺസെപ്റ്റ്സ് അല്ലേ, ഫോർമേഷൻ ഓഫ് കൺസെപ്റ്റ് എമോങ് ചിൽഡ്രൻ, കൺസെപ്റ്റ് ഫോർമേഷൻ. ഇത് ചോദിക്കാറുണ്ട്. ഇതിലേതാണ് ശരിയായ ക്രമം? സംവേദനം, പ്രത്യക്ഷണം, അമൂർത്തീകരണം, സാമാന്യവൽക്കരണം. അമൂർത്തീകരണം, സംവേദനം, സാമാന്യവൽക്കരണം, പ്രത്യക്ഷണം. സാമാന്യവൽക്കരണം, പ്രത്യക്ഷണം, അമൂർത്തീകരണം, സംവേദനം. ഇതിൻ്റെ ഇംഗ്ലീഷ് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. സെൻസേഷൻ, പെർസിപ്ഷൻ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ഓരോ വേർഡാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സംവേദനം, സാമാന്യവൽക്കരണം, അമൂർത്തീകരണം, പ്രത്യക്ഷണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കൂ, ഈ കൺസെപ്റ്റ് ഫോം ചെയ്യുക. ഒരു കുട്ടിയിൽ ഇതൊരു കാക്കയാണ്, അതല്ലെങ്കിൽ ഇതൊരു പൂച്ചയാണ്. എങ്ങനെയാണ് ഒരു പൂച്ചയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് കുട്ടികളിൽ രൂപീകരിക്കപ്പെടുന്നത്? ആദ്യം കുട്ടി അതെന്ത് ചെയ്യുന്നു, കാണുന്നു. അതല്ലേ, ആദ്യം കാണുന്നുണ്ട്. അതല്ലെങ്കിൽ മനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് കാണാത്ത പിശാച് അല്ലേ, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ പഴയ കാലത്തുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള പഴയകാലത്ത് ജീവിച്ച ആദിമ നിവാസികളെ കുറിച്ച് കുട്ടികൾ ഇപ്പോൾ കണ്ടിട്ടല്ലല്ലോ, പക്ഷേ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ആദ്യം അവർ ഡയറക്റ്റ് ആയിട്ടോ മനസ്സിലാക്കുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് സെൻസേഷൻ എന്ന് പറയും, സംവേദനം. ഇതാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് സംവേദനം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് പെർസിപ്ഷൻ, അതായത് എന്ത് ചെയ്യുന്നു, പ്രത്യക്ഷണം. നമ്മൾ DLEDനൊക്കെ പഠിച്ചൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സംവേദനം, ഒരു ജീവിയെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രത്യക്ഷണം, അതായത് പെർസിപ്ഷൻ, പ്രത്യേകതകൾ, അതായത് ഒരു ജീവിയാണെങ്കിൽ അതിൻ്റെ സഞ്ചാര രീതി ഉൾപ്പെടെ പറയുന്നു അല്ലേ. 4 കാലിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു പൂച്ചയാണെങ്കിൽ 4. അപ്പോൾ ഇങ്ങനെ അതിനെ കുറിച്ച് പെർസിപ്ഷൻ നടത്തുന്നു. പിന്നീടാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, വർഗീകരണം. പക്ഷെ അത് ഇവിടെ കൊടുക്കുന്നില്ല. വർഗീകരണം, ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിലില്ല. ഏതായാലും മൂന്നാമത് വരുന്നത് വർഗീകരണം. അതായത് നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ കൗ, അതുപോലെ തന്നെ ഡോഗ്, 2 നായയും അതുപോലെ പശുവിനെ എടുക്കാം. രണ്ടും നടക്കുന്നുണ്ട്, 2നും 4 കാലുകളാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്ത് 2ൻ്റെ ഡിഫറൻസും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് 2ൻ്റെയും ഡിഫറൻസും ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഒരു പ്രത്യേകതയുള്ളവയെ ഒരു കൂട്ടമായിട്ട് കാണുന്നില്ലേ. പുല്ല് തിന്നുന്ന പശുവിനെയും അതുപോലെ തന്നെ എല്ല് തിന്ന ഡോഗിനെയും അവർ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. പിന്നീട് എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ്. ആ വിലയിൽ അവർ അതിനെ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത് അല്ലേ, അവിടെ വർഗീകരണം കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു ജനറലൈസേഷൻ, അവരെ ഒരു ജീവികളാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സെൻസേഷൻ, പെർസിപ്ഷൻ, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. സാമാന്യവൽക്കരണം, ഇതെല്ലാം ജീവികളല്ലേ,
എന്ന രീതിയിൽ പക്ഷികളാണോ? അപ്പോൾ ഒരു വിഭാഗത്തെ സാമാന്യവൽക്കരണത്തിലേക്ക് എത്തുന്നെങ്കിലും നമ്മൾ ഇവിടെ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പകരം ഒരു അബ്സ്ട്രാക്ഷൻ എന്നുള്ളൊരു സാധനമുണ്ട്. അബ്സ്ട്രാക്ഷൻ, ഈ കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കിയത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജീവിയെ കാണുന്നു, ഒരു പശുവിനെ കാണുന്നു, അത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. അതേ സമയത്ത് നായയെ കാണണമെന്നല്ലല്ലോ. ഓക്കെ, ഒരു സമയത്ത് പശുവിനെ കാണുന്നു, പിന്നീട് എപ്പോഴോ നായയെ കാണുന്നു, എന്നിട്ട് രണ്ടും തമ്മിലുള്ള എന്താണ് പ്രത്യേകതകൾ, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ നായയെ കാണുമ്പോൾ ആദ്യത്തെ പശുവിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പശു നമ്മുടെ മനസ്സിലല്ലേ ഉണ്ടാവുന്നത്, നേരിട്ട് കാണുന്നില്ലല്ലോ. അതാണ് അബ്സ്ട്രാക്ട്. കാണാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അബ്സ്ട്രാക്ഷൻ എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അവസാനം വരുന്നതാണ് ജനറലൈസേഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത, അതായത് വിച്ച് എമോങ് ദ ഫോളോവിങ് ആർ പെക്യുലാരിറ്റീസ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത അല്ലേ? പ്രോഗ്രസീവ്, പഴയ രീതിയിലുള്ള റോട്ട് ലേണിങ്ങിൻ്റെ ആ ചിന്താഗതിയിൽ നിന്ന് മാറി പഠനം, ലേണിംഗ് ബൈ ഡൂയിങ് അല്ലേ, ജീവിതഗന്ധിയായ പഠനത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുക. പ്രവർത്തനം അല്ലേ, അതാണ് ലേണിംഗ് ബൈ ഡൂയിങ്. അത് അതിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതുപോലെ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവായിട്ടുള്ള പഠനങ്ങൾ അല്ലേ, കൊളാബറേഷൻ, പരസ്പരം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പഠനം, അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡി എംഫസിസ് ഓൺ ടെക്സ്റ്റ് ബുക്കിന് ഊന്നൽ നൽകുന്നില്ല, പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ലായ്മ. പിന്നെയോ എംഫസൈസിസ് ഓൺ ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ പ്രത്യേകത, ലൈഫ് ലോങ് എംഫസിസ് ഓൺ ലൈഫ് ലോങ് ലേണിംഗ്. അതായത് വെറും ലൈഫ് ലോങ് ആയിട്ട് എല്ലാ കാലത്തും പഠനം നടക്കുന്നുണ്ട്. അതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് 1, 2 ഒരു ഓപ്ഷൻ ഉണ്ട്, 2, 3, 1, 4, 1, 2, 3, 4 ഇതെല്ലാം അതിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതാണോ ലൈഫിൽ? പ്രാധാന്യമുണ്ടോ? അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 അതിൻ്റെ പ്രത്യേകതയാണ്. പാഠപുസ്തകങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നില്ല, കണ്ടോ, പ്രാധാന്യമില്ലായ്മ. പാഠപുസ്തകങ്ങളുടെ ബേസിൽ മാത്രമല്ല, ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് പറയുന്നത്. അത് പാഠപുസ്തകം അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നില്ല. സോ എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 1, 2, 3, 4 ഇതിൻ്റെ ഓപ്ഷൻസുകളാണ്. ക്ലിയർ അല്ലേ? ഇതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബുദ്ധിശക്തിയുടെ SOI, അതായത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മാതൃക, ഇത് അവതരിപ്പിച്ചതാരാണ്? ഇത് നമ്മളെ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, ഒന്ന് ഹവാർഡ് ഗാർഡനർ, തേഴ്സ്റ്റൺ, അതുപോലെ തന്നെ സ്പിയർമാൻ, ഗിൽഫോർഡ്. ആരാണ് ഇതിൻ്റെ ആള്? അത് നമുക്കറിയാം. കറക്റ്റ് അതിൻ്റെ വക്താവാണ് ഗിൽഫോർഡ്. കറക്റ്റ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഓരോ ടോപ്പിക് വൈസ്. ഇപ്പോൾ ഇതൊരു എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇൻ്റലിജൻസ് അല്ലേ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ PYQs എക്സാമുകൾ എടുത്താൽ നിങ്ങൾക്കറിയാം PYQസിലൊക്കെ വരുന്നതാണ് ബുദ്ധിയെക്കുറിച്ച്. അപ്പോൾ ഈ ടോപ്പിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കുക, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ കാറ്ററ്റ് എക്സാം, ഇവിടെയാണ് കാറ്ററ്റ് എക്സാം എടുത്തിട്ട് നിങ്ങൾ ഇതിൽ നോക്കൂ. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ, ഇപ്പോൾ കണ്ടോ, സൈക്കോളജി, ഇതിൽ ഓരോ ടോപ്പിക്കുകൾ പഠിക്കാം. അതുപോലെ ഇതിൽ ക്വിസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് ഫൗണ്ടേഷൻ ടെസ്റ്റിൽ നിങ്ങൾ പോയിട്ട് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതൊരു ഇവിടെ കണ്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. കണ്ടോ, ഒരു ഡൈവേർജൻ്റ് ആയി ചിന്തിക്കാനും പുതിയ പ്രശ്നത്തിനും ഉതകുന്ന ബുദ്ധിയാണ് ഏത് ബുദ്ധി? സംഗീത ബുദ്ധി അല്ലേ, മ്യൂസിക്കൽ, സർഗാത്മക, ക്രിയേറ്റീവ്, പ്രകൃതിപരമായിട്ടുള്ള, വാചിക ബുദ്ധി, ഇങ്ങനെ കൊടുക്കുക അല്ലേ ആൻസർ. ഇങ്ങനെ ഓരോതാ. അടുത്ത ക്വസ്റ്റ്യന് ഇത് ചെയ്താൽ ലാസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇത് സബ്മിറ്റ് ചെയ്യാനാണ്. അവസാനം ചെയ്താൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കൂ നിങ്ങളുടെ ആൻസർ എത്രയാണെന്ന് കാണാം. മാത്രമല്ല അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഏതാണ് കറക്റ്റ്? ഡൈവേർജൻ്റ് ആയിട്ടുള്ള ബുദ്ധി, അത് സർഗാത്മക ബുദ്ധിയാണ്, ക്രിയേറ്റിവിറ്റി. നിങ്ങൾ കേട്ടിട്ടില്ലേ? അടുത്തത്
ട്രയാർക്കിക് തിയറി മുന്നോട്ട് വെച്ചതാരാണ്? സ്റ്റേൺബർഗ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ എഡ്യൂബ്ലിസ് ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, മാത്രമല്ല പർച്ചേസ് ചെയ്യുക. ഉടനെ തന്നെ ഒരു ഓഫർ നടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. IEDC എന്തിനെ സൂചിപ്പിക്കുന്നു? IEDC സ്റ്റാൻഡ് ഫോർ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിഫറെൻ്റ് ഏബിൾഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റ് ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. എന്തായിരിക്കും ആൻസർ? അതിൻ്റെ ഉത്തരമാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രശ്ന നിർദ്ധാരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്, അതായത് ദ സ്റ്റെപ്പ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോബ്ലം സോൾവിങ് ഈസ്. അപ്പോൾ 16ാമത്തെ ചോദ്യമാണ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലേ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രോബ്ലം സോൾവിങ് ഉൾപ്പെടാത്തത്? കളക്ഷൻ ഓഫ് റിലവൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യുക പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ. റീച്ചിങ് സൊല്യൂഷൻ വിത്തൗട്ട് പ്രോപ്പർ അനാലിസിസ് ഇല്ലാതെ, അല്ലേ, ശരിയായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിലേക്ക് എത്തുക, അത് ശരിയാണോ? അല്ലേ, അപഗ്രഥനം വേണ്ടേ? അപ്പോൾ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതെന്നല്ല, ഇതിൽ ഉൾപ്പെട്ടതല്ല. മറ്റുള്ളവ നോക്കാം, നമുക്ക് ഏതായാലും ബാക്കിയുള്ളത് കൂടി നോക്കാം. ഫോർമേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, അല്ലേ, അനുമാന രൂപീകരണം, അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്ലൈയിങ് ദ സൊല്യൂഷൻ, പരിഹാരം, അല്ലേ, നമ്മുടെ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുക, പ്രയോഗിക്കുക. സോ ഇതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ശരിയായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിലെത്തുക അതതിൻ്റെ കാര്യമല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയൊരു പദ്ധതിയായിരുന്നു, ക്യാമ്പയിൻ ആയിരുന്നു, അല്ലേ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് ക്യാൻസലാണ്, ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. പക്ഷേ നമുക്കിത് ഇങ്ങനൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ എൻഷുർ ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ്, അല്ലേ, ജെൻഡർ ഈക്വാലിറ്റി വിമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. എന്ത്? വിമൻ എംപവർമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർവൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾ ചൈൽഡ്, അതുപോലെ ചെറിയ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രിവെൻറ്റ് ജെൻഡർ ബേസ്ഡ് സെക്സ് സെലക്റ്റീവ് എലിമിനേഷൻ, അല്ലേ, പെൺകുട്ടികളെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി അവരെ എലിമിനേറ്റ് ചെയ്യുക, അബോർഷൻ ചെയ്യുക. ഇംപ്രൂവ് ദ മെയിൽ സെക്സ് റേഷ്യോ, അതില്ല, മെയിൽ സെക്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനല്ല, സെക്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കുക, കാരണം ജെൻഡറുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. This initiative aims to prevent gender-based sex selective elimination. അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട ആൾ ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ജെൻഡർ ബയാസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? ഈ സെക്സ് സെലക്റ്റീവ് എലിമിനേഷൻ ഒഴിവാക്കല്ലേ, ഗർഭചിത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. എൻഷുർ ദ സർവൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾ ചൈൽഡ്, കണ്ടോ, പ്രൊട്ടക്ഷൻ ഓഫ് ഗേൾ ചൈൽഡ്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. എൻഷുർ എഡ്യൂക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗേൾ ചൈൽഡ്, അതുപോലെ അല്ലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും അതിൽ ലക്ഷ്യം വെച്ചിരുന്നു. സോ ഇതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ. ഇത് ലോഞ്ച് ചെയ്തത് 2015 ജനുവരി 22-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ചിന്നുവിന് തുടർച്ചയായും നിരന്തരമായും പൂർത്തിയാക്കുന്ന ഓരോ 10ാമത്തെ ചാട്ടത്തിനും ചിന്നുവിൻ്റെ കൂട്ടുകാർ കയ്യടി നൽകുന്നു. അതായത് ഇങ്ങനെ ചാടുന്ന സമയത്ത് ഓരോ 10ാമത്തെ ചാട്ടം ആവുമ്പോഴും എന്ത് ചെയ്യുന്നു? കൈയടിക്കുന്നു. ഇത് എന്ത് തരം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉദാഹരണമാണ്? അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് റീഇൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതിൻ്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഓപ്പറൻ്റ് കണ്ടീഷനിൽ ഒരു ഭാഗമാണ്. നിങ്ങൾക്കറിയാം ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അല്ലേ, പാവ്ലോവിൻ്റെ കണ്ടീഷനിങ് പഠിച്ച്, സ്കിന്നറുടെ കണ്ടീഷനിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓപ്പറൻ്റ് കണ്ടീഷനിങ് പഠിച്ചില്ലേ. അപ്പോൾ ഈ ഓരോ ആളുകളുടെയും ഓരോ സിദ്ധാന്തങ്ങൾ, തിയറികളൊക്കെ പഠിച്ചു വെക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓപ്ഷൻ നോക്കൂ, ഏതാണ് ഇതിൻ്റെ ഫിക്സ്ഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വാരിയബിൾ ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, വാരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് ഏതാണെന്നറിയാം? ഓരോ നിശ്ചിത ഇടവേളകൾ കൊടുക്കുന്നല്ലേ. അപ്പോൾ അതിൻ്റെ പേരാണ് ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് റീഇൻഫോഴ്സ്മെൻ്റ് അല്ല കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചോദിച്ചു കാറ്റഗറിയിൽ. അപ്പോൾ നോക്കി, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് ആഫ്റ്റർ എവരി റെസ്പോൺസ്. ഇവിടെ നമുക്കറിയാം പ്രബലനം കൊടുക്കുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ കൊടുക്കുന്ന ആൾ റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് ആഫ്റ്റർ എവരി ഓരോ പ്രതികരണം വരുമ്പോഴും എന്ത് ചെയ്യുന്നു, റീഇൻഫോഴ്സ്മെൻറ്റ് പ്രബലനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദി റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് ആഫ്റ്റർ എ ഫിക്സ്ഡ് നമ്പർ ഓഫ് റെസ്പോൺസ്. അതാണ് നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞില്ലേ, ഒരു കൃത്യമായ ഒരു ഇടവേള, ഒരു നമ്പർ കഴിയുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പ്രത്യേകത ഇതൊന്നും എന്തല്ല, നമുക്ക് റിസൾട്ട് കിട്ടാൻ കൂടുതൽ ചാൻസ് ഇല്ല, ലോ ചാൻസുകളാണ് ഇതൊക്കെ ഉള്ളത്. അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടിയ ഇതും ചാൻസ് അല്ലേ, വലിയ ചാൻസ് ഇല്ല. എങ്കിലും എന്താണ്, ഇതൊക്കെ എന്താണ്, ഒരു തുടക്കത്തിൽ ഇതൊരു നല്ല കാര്യമാണ്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് തുടക്കത്തിൽ ഇത് നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായൊരു കാര്യമാണ്. പക്ഷേ വാരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് നമ്പർ ഓഫ് റെസ്പോൺസസ് റിക്വയർഡ് ബിഫോർ റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് വാരീസ്. ഓക്കെ, the number of responses are required before reinforcer is. പിന്നെ അടുത്തത് നോക്കാം, അത് വാരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് എപ്പോഴാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ എന്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ദ നമ്പർ ഓഫ് റെസ്പോൺസസ് റിക്വയർഡ് ബിഫോർ എ റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് വാരീസ് എന്ന് പറയുന്നത്. കാരണം ഇത് ഇപ്പോൾ ഗെയിമൊക്കെ അല്ലേ, ഗെയിമുകളിലൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഗെയിമിൽ എങ്ങനെയാണ്, അവരെപ്പോഴാണ് ഇതിൻ്റെ എന്താ പറയുക ഔട്ട്പുട്ട്, അവർക്ക് റിസൾട്ട് കിട്ടുക എന്ന് അറിയില്ല. അപ്പോൾ അവർ പരമാവധി ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് കുട്ടികൾ ഗെയിമിൽ അഡിക്റ്റ് ആവുന്നത്. അതിലൊക്കെ കാണിക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വാരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അടുത്തതാണ് ഫിക്സ്ഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതെന്ന് വെച്ചാൽ ദി റീഇൻഫോഴ്സർ ഈസ് ഡെലിവേർഡ് ആഫ്റ്റർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്ത് കൊടുക്കും, റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് റെസ്പോൺസ്. എത്ര റെസ്പോൺസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കില്ല. അപ്പോൾ ഇതിലും ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ മൂന്നാമത്തെ ഉണ്ടാവും വാരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിലാണ് കൃത്യമായിട്ട് എപ്പോഴാണ് കിട്ടുകയെന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക. പിയാഷെ, ബന്ദുര, ചോംസ്കി, കോഹ്ലർ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. LAD സ്കീമ, ഉൾക്കാഴ്ച, സാമൂഹിക പഠനം. ഇത് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം പിയാഷയുമായി ബന്ധപ്പെട്ടതാണ് ഏത്, സ്കീമ അല്ലേ. പിയാഷ സ്കീമ ഡെവലപ്പ് ചെയ്യുന്നു എന്ന കൺസെപ്റ്റ്. അപ്പോൾ 1 B ആണ്. 2 നോക്കൂ, ബന്ദുരയുടേതാണ് സാമൂഹിക പഠനം, സോഷ്യൽ ലേണിംഗ്. അപ്പോൾ 2 എന്താണ്, D ആണ്. 2 D ആണ്. 3 ചോംസ്കി നമുക്കറിയാം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ആരുടേതാണ്, അത് ചോംസ്കിയാണ്. കോഹ്ലർ നമുക്കറിയാം ഇൻസൈറ്റ് ലേണിംഗ്, ഇൻസൈറ്റ് അത് കോഹ്ലറാണ്. സോ 1 വരുന്നത് B, 1 വരുന്നത് B, ഡിയും അല്ലേ, 1 വരുന്നത് D വരുന്നുണ്ട്, പിന്നെ എയുണ്ട്. രണ്ടാമത് നോക്കി, പിന്നെ 2 വരുന്നത് ഏതാണ്, 2 വരുന്നത് D, 2 വരുന്നത് D ആണ്. മൂന്നാമത്തേത് ചോംസ്കി ലാഡാണ്. സോ 3A, 4ാമത്തത് C ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവരുടെ കൺസെപ്റ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു പോവുക കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ 18നും 35നും 18നും 40നും എന്നൊക്കെ പറയാം, പല ഏകദേശം ആ ഒരു സമയം അറിയാം. ഈ ഒരു സമയത്തിനിടയിൽ പ്രായമുള്ളവർ ഏത് പ്രതിസന്ധി നേരിടുന്നു? നമുക്കറിയാം കോൺഫ്ലിക്റ്റ് സ്റ്റേജസ്, അങ്ങനെയുള്ളൊരു സ്റ്റേജസ് 8ഓളം അങ്ങനത്തെ സ്റ്റേജസുകൾ ആര് അവതരിപ്പിച്ചിട്ടുണ്ട്, എറിക് എറിക്സന്റെ സ്റ്റേജസ്. അതിൽ ഫസ്റ്റത്തെ നമുക്കറിയാം. അങ്ങനെ 18 എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു അതിനിടയിൽ വരുന്നതാണ് ഏത് നോക്കി, സൃഷ്ടി മുരടിപ്പ്, ജനറോസിറ്റി സ്റ്റാഗ്നേഷൻ, സ്വാവബോധം ഐഡൻറ്റിറ്റി റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി ഐസൊലേഷൻ, ഇനീഷ്യേറ്റീവ് ഗിൽറ്റ്, മുൻകൈ എടുക്കുക കുറ്റബോധം. ഏതാണിത്? നമുക്കറിയാം ഇതിൽ വരുന്നത് ഇൻറ്റിമസി ഐസൊലേഷൻ. നമുക്കറിയാം 18 to 35, 40 ഇടയിലുള്ള ആളുകൾ ആ സമയത്ത് അവർ കൂട്ടുകാർ ഉണ്ടാക്കുന്നത് അത്രയും ആത്മബന്ധമായിരിക്കും. അങ്ങനെയുള്ളൊരു ബന്ധം അവർക്കില്ലെങ്കിൽ അവരിങ്ങോട്ട് പോകും, ഐസൊലേഷനിലേക്ക് പോകുന്നതാണ്. നമുക്കറിയാം ആദ്യത്തെ ഘട്ടം ഏതാണ്, ഏകദേശം ജനിച്ചത് മുതൽ 1.5 വയസ്സ് വരെ ട്രസ്റ്റ് അല്ലേ, ട്രസ്റ്റ് vs മിസ്ട്രസ്റ്റ്.
ഒന്നെങ്കിൽ വിശ്വാസം, കുട്ടി കരയുമ്പോൾ അമ്മ വരുന്നു എന്നുള്ള കൺസെപ്റ്റ് ഇല്ലേ, അപ്പം അമ്മ വരുന്നു എന്ന് കുട്ടിക്ക് തോന്നും, അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക. അപ്പോൾ അമ്മ ആ സമയത്ത് ആ വിശ്വാസം, അവരുടെ വിശ്വാസം അവർ ജയിക്കുകയാണെങ്കിൽ അവർ വിജയിക്കും അല്ലേ, അടുത്ത ഘട്ടത്തിലേക്ക് അവർ പോവും. അതല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, മിസ്ട്രസ്റ്റ് ആണ് അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അടുത്ത ഘട്ടമാണ് ഏത്, ട്രസ്റ്റ് ഈ അല്ലേ, എന്താണ് വരുന്നത്, ഇൻറ്റിമസി വിയസ് ഗിൽറ്റ് ആണ്, ഇൻറ്റിമസി അവിടെ അല്ല, അടുത്ത ഓട്ടോണമി. ഓട്ടോണമി എന്ന് വരുന്ന അല്ലേ, അടുത്ത ഓട്ടോണമിയാണ്. പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് എന്ത് വരും, ഇനീഷ്യേറ്റീവ് വിയസ് ഗിൽറ്റ്. ഇതിലുള്ള ഇത് മൂന്നാമത്തെ ഘട്ടമാണ്, ഇനീഷ്യേറ്റ്, മുൻകൈ എടുക്കുക. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഇതിനൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മുക്കുറ്റി, 3 മുക്കുറ്റി കേട്ടിട്ടില്ലേ, 3 മുക്കുറ്റി, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റും, മുൻകൈ എടുക്കുക എന്ന് പറയുന്നത്. അത് 3ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ, പിന്നെ 3ാമത്തെ വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 3 മുതൽ 6 വരെ. 6 പിന്നെ അല്ലേ, അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ മറ്റൊന്നാണ് ഏത്, ഐഡൻറ്റിറ്റി റോൾ കൺഫ്യൂഷൻ. നമുക്കറിയാം പ്രായപൂർത്തി എത്തുന്ന സമയത്ത് ഒരു 12നും 18നും ഇടയിലുള്ള കുട്ടികൾക്കിടയിൽ അല്ലേ, അതാണ് എന്ത്, ഐഡൻറ്റിറ്റി റോൾ കൺഫ്യൂഷൻ. പിന്നെ ഈ 45 കഴിഞ്ഞ മുതൽ 60 വയസ്സ് വരെയാണ് ജനറേറ്റിവിറ്റി ഓർ സ്റ്റാഗ്നേഷൻ വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ കേട്ടറ്റ് എക്സാമിൻ്റെ അതുപോലെ തന്നെ UPSC LPSC ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വ്യത്യസ്തമായൊരു പഠന രീതി ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.